നശ്യന്തി വ്യാധയ, എന്ത് രോഗം ഉണ്ടെങ്കിലും നശ്യന്തി, അത് ശമിക്കും. ലൂതാ വിസ്ഫോടകാതയ, എന്ത് തരത്തിലുള്ള ബാധകൾ ഉണ്ടെങ്കിലും, അതായത് ലൂതാ വിസ്ഫോടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസൂരി പോലെയുള്ള അസുഖങ്ങളെയാണ് ലൂത എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതാണ്. അങ്ങനെയുള്ള രോഗങ്ങൾ വരെ നശിക്കും, ഇല്ലാണ്ടാവും. അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്കും. സ്ഥാവരം ജംഗമം ജാപി കൃത്രിമം ജാപി യത്ഷം അഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ. ഈ ഭൂസംബന്ധമായിട്ടോ ഇനി മന്ത്രയന്ത്രങ്ങളെ കൊണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള അഭിചാര പ്രവൃത്തികളെ കൊണ്ടോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടായിട്ട് നമുക്കതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും എന്നുള്ളതാണ്. ഭൂജരാഖ്യജരാശ്ചൈവ ജലജാശ്ചപദേശിക. ഭൂജര, ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന മൂർത്തികൾ, നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള മൂർത്തികൾ. ഖേജര, ആകാശത്തില്. ജലജാശ്ചപദേശിക, ജലത്തില്. എല്ലാത്തിലും അനവധി തരത്തിലുള്ള സാന്നിധ്യങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും. അപ്പം അതൊക്കെ ആരെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ രോഗങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില കാലങ്ങളെ കൊണ്ട് നമുക്കിതൊക്കെ വരും. രാഹുകാലം അല്ലെങ്കിൽ ശനിദശ എന്നൊക്കെ പറയണത്. അതൊക്കെ ഇങ്ങനെ തന്നെ ഓരോ സ്ഥലത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മൂർത്തികളാണ് ആ സമയത്ത് നമ്മളെ ബാധിച്ചെങ്കിലുള്ളതൊക്കെ വരും. അതിൽ നിന്നൊക്കെ നമുക്ക് ആ മൂർത്തികളിൽ നിന്ന്, അത് ഭൂമിയിലുള്ളതോ ആകാശത്തിലുള്ളതോ ജലത്തിൽ വസിക്കുന്നതോ ഏത് തരത്തിലുള്ള ആയാലും, അവരൊക്കെ ഈ യജ്ഞം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് സന്നിഹിതരായിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ അകന്നു പോവും എന്നുള്ളതാണ് പറയണത്. അഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലെ, എന്തെന്തായാലും പോയിക്കോളും. പിന്നെ അന്തരീക്ഷതരാഘോര ഡാഗിന്യശ്ച മഹാബല ഗ്രഹഭൂത പിശാചാശ്ച യക്ഷ ഗന്ധർവരാക്ഷസ. വാക്കിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. യക്ഷന്മാരോ കിന്നരന്മാരോ അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഭൂചര ഖേചര എന്നൊക്കെ ആദ്യം പറഞ്ഞ മാതിരി ഗ്രഹഭൂതം, ഗ്രഹഭൂതങ്ങൾ ആദ്യം പറഞ്ഞല്ലോ. ഓരോരോ ഗ്രഹങ്ങൾക്ക് അത് നമ്മളെ ബാധിക്കുന്നത് ഓരോ ഭൂതസ്വരൂപത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ളതായാലും ഇനിയിപ്പോ പിശാചുക്കളായാലും അതൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും. ബ്രഹ്മരാക്ഷസ വേതാള, ബ്രഹ്മരാക്ഷസൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ നാട്ടില് ബ്രഹ്മരക്ഷസ എന്നൊക്കെ പറയും. അതിനെയാണ് ബ്രഹ്മരാക്ഷസൻ എന്ന് പറയാം. അതൊക്കെ അതിനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ നമുക്ക് തീരും. അതൊക്കെ നമ്മുടെ ഭൂമിയിൽ നിന്ന്, നമ്മുടെ വാസസ്ഥാനത്ത് നിന്ന് അതൊക്കെ ഒഴിഞ്ഞു പോവും എന്നുള്ളതാണ് പറയണത്. ഇത്തരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മളവിടെ സന്നിഹിതരായിരുന്നാൽ, അല്ലെങ്കിൽ നിന്റെ യജ്ഞപ്രസാദം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചാൽ രക്ഷസന്റെ ഉപദ്രവം ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആ ഉപദ്രവങ്ങളൊക്കെ മാറിപ്പോയിക്കോളും. നശ്യന്തി ദർശനാത്തസ്യ കവചേ എന്നൊക്കെ വേണ്ട അത് ആ യജ്ഞാരംഭത്തിൽ തന്നെ ആദ്യം തന്നെ ഇതാണ് പറയണത്. പിന്നെയോ തവത്തിഷ്ഠിത മേദിന്യാം സന്തതി പുത്രപൗത്രികി. ഈ ഭൂമിയിൽ വസിക്കുന്ന സമയത്ത്, മേദിനി എന്ന് പറഞ്ഞ ഭൂമി, അതിൽ താമസിക്കുന്ന സമയത്ത് ആ സന്തതികള്, പുത്രന്മാര്, പൗത്രന്മാരൊക്കെ വേണ്ടത്ര നമുക്ക് ഉണ്ടാവുക. തലമുറകൾ സന്തോഷമായിട്ട് നിൽക്കുക. ദേഹാന്തയെ, നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തോ പരമം സ്ഥാനം എന്ന് പറഞ്ഞാൽ മോക്ഷം, ആ ദേവിയുടെ പാദങ്ങളിൽ തന്നെ നമ്മൾ ചെന്നു ചേരും എന്നൊക്കെയാണ് അതിൽ പറയണത്. പിന്നെ ഉണ്ട് ഈ ഐശ്വര്യമേൽ പ്രസാദേന സൗഭാഗ്യ ആരോഗ്യ സമ്പദ ശത്രുഹാനി പരോ മോക്ഷ േഹി. ഐശ്വര്യം, ആ ഐശ്വര്യം നമുക്കുണ്ടാവും. ഈ യജ്ഞത്തിൽ പങ്കെടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള അർപ്പണങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യം മേൽ പ്രസാദേന സൗഭാഗ്യം ഉണ്ടാവുക, ആരോഗ്യം ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും. അത് മാത്രമല്ല പിന്നെയോ ശത്രുഹാനി, നമ്മളുടെ ശത്രുക്കളൊക്കെ ഹനിക്കപ്പെടും, ഇല്ലാണ്ടാവും. നമുക്ക് ശത്രുക്കൾ ഇല്ലാണ്ടാവും. പരവും മോക്ഷ, ഈ ജീവിതം കഴിയുമ്പോൾ നമുക്ക് ആ മോക്ഷപദത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. ഇനി ആ ചണ്ഡികാദേവിയെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ചുരുക്കി പറയാം. എല്ലാ ദേവീദേവന്മാരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതാണ് ചണ്ഡികാദേവി. അതിൽ ആ സപ്തശതിയിൽ ഏറ്റവും ചുരുക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ തതോതി കോപപൂർണസ്യ ചക്രണോവധനാത്തത എന്ന് പറയേണ്ടത്. ചകാര കോപം ശംഭുശ്ച ഭ്രുപിടീകുടിലാനനവും. ആ ശങ്കരന്റെ ഭ്രുപിടി, ആ പുരികം ഒന്ന് വളഞ്ഞു, അതിൽ നിന്നൊരു കോപം ഉണ്ടായി. ആ കോപം പിന്നെയോ
കോപപൂർണസ്യ ചക്രണോവതനത്തത. ചക്രിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു, അദ്ദേഹത്തിൽ നിന്ന് കോപം ഉത്ഭവിച്ചു. നിശ്ചക്രാമ മഹത്തേജോ ബ്രഹ്മണ, ബ്രഹ്മാവിൽ നിന്നും ഒരു തേജസ്, കോപത്തിന്റെ തേജസ് ഉത്ഭവിച്ചു. പിന്നെ അന്വേഷാം ചൈവദേവാനാം ശക്രാദീനാം ശരീരത. ശക്രാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ, ഇന്ദ്രനിൽ നിന്നും മറ്റ് ദേവന്മാരിൽ നിന്നും എല്ലാം ആ കോപ തേജസ് ഉത്ഭവിച്ച് ഏകസ്ഥം തദഭുന്നാരി, അതീവ തേജസം കൂട ജ്വലന്തമുപ പ്രഭുതം. അതോ ഏകസ്ഥം തദഭുന്നാരി, ഒരു സ്ത്രീ ആയിട്ട് കാണപ്പെട്ടു.